അൽഹംദുലില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് മാത്രമാണ് ഞാൻ ചില വിഷയങ്ങൾ പറയുന്നത്. കൂടെ അടുത്ത് എൻ്റെ സുഹൃത്ത് ബന്ധം പുലർത്തിക്കൊണ്ട് എൻ്റെ മുരീദായി നിൽക്കുന്ന ജനാബ് കോയക്കുട്ടി സാർ, കോയക്കുട്ടി എന്ന് പറഞ്ഞാൽ പന്മന, അദ്ദേഹം പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് ഇരുന്നയാളാണ്. അദ്ദേഹം അത് കഴിഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ ദീൻ, അതിൻ്റെ പരിശുദ്ധിയിലേക്ക് എത്താം, ഇനിയുള്ള കാലം ഇത്രയും ആ പരിശുദ്ധ ദീനിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് ഹിദമത്തെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രിയം സമ്പാദിക്കാം എന്ന ഉദ്ദേശത്തോടുകൂടി എന്നെപ്പോലുള്ള സുഹൃത്തുക്കളുമായി, സ്നേഹിതന്മാരുമായി സമ്പർക്കം പുലർത്തി, ശേഖുമാരുമായി, ഉലമാക്കളുമായി സമ്പർക്കം പുലർത്തി അള്ളാഹുവിൻ്റെ ദീൻ കാംക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ചോദ്യം അവർ രണ്ടുപേരും കൂടി എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ഈ സന്ദർഭത്തിൽ തരീഖത്ത് എന്നാൽ എന്ത് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായി സംസാരിക്കണം. തരീഖത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിക്കുന്ന ഏതാണ്ട് എവിടെയോ വച്ചിരിക്കുന്ന ഏതാണ്ട് സാധനം എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇന്ന് പല വിധത്തിലുള്ള പ്രലോഭനങ്ങളും ജനങ്ങളെ നയിച്ചുകൊണ്ട്, ജനങ്ങളിൽ ഇടയിൽ കൊടുത്തുകൊണ്ട് ആരെങ്കിലുമൊക്കെ പല കിംവദന്തികളും പല കമ്മട്ടങ്ങളും കാണിക്കുന്ന പല സ്വഭാവക്കാരുമുണ്ട്, സ്വഭാവങ്ങൾ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെന്നെത്തുവാനുള്ള പാത ഒരുക്കി കൊടുക്കുന്ന ഒരു വഴിയാണ് തരീഖത്ത് എന്ന് പറഞ്ഞത്. തരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം വഴി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആളുകൾ ഉദ്ദേശിക്കുന്ന വേറെ യാതൊരു ഒളിച്ചു വെപ്പ് കാര്യങ്ങളുമില്ല. എല്ലാം രഹസ്യങ്ങളാക്കി വയ്ക്കുന്ന ഒന്നുമില്ല. മഅരിഫത്തിൻ്റെ ബാബിൽ വരുമ്പോൾ അത് രഹസ്യമാക്കി വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഗമായതുകൊണ്ടാണ്. ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഗമാണെങ്കിൽ അത് തുറന്നു വിടാം, മനസ്സിലാകാത്ത ഭാഗമാണെങ്കിൽ അത് രഹസ്യമാക്കി അവരുടെ മുമ്പിൽ രഹസ്യമാക്കി വെച്ചെങ്കിലും വെക്കും. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ ഇൻഷാല്ലാഹ് ഓർമ്മപ്പെടുത്തി തന്നാൽ. അപ്പോൾ ഇവിടെ തരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞിട്ട് 1400ഓളം വർഷങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. ഈ 1400ഓളം വർഷങ്ങൾ കടന്നുപോയ പ്രവാചക ശിരോമണി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറ്റി നമുക്കെന്തറിയാം? നമ്മൾ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്കെങ്ങനെ അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു എന്ന്, എങ്ങനെയായിരുന്നു എന്നും എന്തായിരുന്നു എന്നൊക്കെ എങ്ങനെ അറിയാം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു എന്ന്, അവിടുത്തെ സംഭവ വികാസങ്ങൾ എന്തായിരുന്നെന്ന്, ആ ജനിച്ചിടം മുതൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന രംഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്ന വ്യക്തികൾ, കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ നമ്മളോട് പറയണം. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മളോട് എങ്ങനെ നമ്മൾ പറയും? അവരെങ്ങനെ വന്ന് പറയും? പറയാനൊക്കുകയില്ല. അവർ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെല്ലാം കേട്ടിരുന്ന സത്യസന്ധന്മാരായ സഹാബാക്കളുണ്ട്. ആ സഹാബാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാം. ആ സഹാബാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് ഓരോരുത്തരായി കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഓരോരുത്തരായി വിഷയങ്ങൾ കേട്ടുകൊണ്ട് പല രാജ്യങ്ങളിലേക്ക് കടന്നു. പല രാജ്യങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ ഇന്ന് ഇവിടെ നിന്നും ഒരാൾ പേർഷ്യയിലേക്ക് കടന്നു, ഒരാൾ പലസ്തീനിലേക്ക് കടന്നു, ഒരാൾ സിറിയയിലേക്ക് കടന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉദാഹരണമായി ഞാൻ പറയുകയാണ്. ഒരു ഇൽമു തന്നെ കേട്ടുകൊണ്ട് 3 പേർ 3 ഭാഗത്തേക്ക് നടന്നു. ആ 3 പേരും കോർത്തിണക്കിക്കൊണ്ട് ഓരോ രാജ്യങ്ങളിലേക്ക് ചെന്ന് ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത് ഓരോരുത്തരും പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ആ രാജ്യങ്ങളിലെല്ലാം കേട്ടവരെല്ലാം അവരെഴുതി വെച്ചു. ഇതിൽ നിന്ന് ആരൊക്കെയാണ് സത്യസന്ധന്മാരെന്നിങ്ങനെ അറിയും? ആർക്കും അറിയാനൊക്കുകയില്ല. സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഉലമാക്കൾ, പണ്ഡിതന്മാർ, നിരീക്ഷകന്മാർ അവരുടെ ഇടയിലുണ്ട്. അവരിതെല്ലാം കോർത്തിണക്കി ഹൃദയത്തിൽ അടുക്കി വെച്ചുകൊണ്ട് അവർ പരിശോധന നടത്തും. ഓരോരുത്തരെയും കണ്ട്
ആരെല്ലാം എന്തെല്ലാമാണ് പറയുന്നതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെല്ലാമാണ് കേട്ടുകുറിക്കുന്നതെന്നും എങ്ങനെയാണ് അവർ സൂക്ഷിക്കുന്നതെന്നും ജീവിതത്തിൽ ഒരിക്കലും ഒരു കളവ് പറയാത്ത വ്യക്തിയിൽ നിന്നല്ലാതെ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയിരിക്കുന്ന ശിഹാബു സിത്തയുടെ ഉലമാക്കൾ, ശിഹാബു സിത്തയുടെ മുസന്നിഫുമാർ യാതൊന്നും പറഞ്ഞിട്ടില്ല, യാതൊന്നും സ്വീകരിച്ചിട്ടില്ല. ഒരു കളവ് വാക്ക് പറയുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഏതിനെയെങ്കിലും ഒന്ന് നിഷേധിക്കുന്ന ഒരു വ്യക്തി പിന്നെ ആ വ്യക്തിയിൽ നിന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ യാതൊന്നും. അതുപോലെ ഒരു സഹാബി, ഒരു മഹാപണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമ് ഒരാൾക്ക് കിട്ടിയെന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയാണ് ആ സ്ഥലത്തേക്ക് പോകാൻ, ആ ആളിനെ കാണാൻ. എന്താണ് താങ്കൾക്ക് തന്നിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? താങ്കളോട് എന്താണ് പറഞ്ഞിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അത് കുറിച്ചെടുക്കാൻ. അങ്ങനെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു പൂച്ചയെ ശകാരിക്കുന്നതായിട്ടാണ് കണ്ടത്, താറ്റി ഇറക്കുന്നതായിട്ടാണ് കണ്ടത്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരങ്ങോട്ട് ചെല്ലുമ്പോൾ അത് കണ്ടപ്പോൾ ഇനി നമുക്കിവിടെ നിൽക്കണ്ട, ഈ ആളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കണ്ട, നമുക്ക് പോകാം. അവരുടെ വാക്കൊന്നും സ്വീകരിക്കാതെ തിരിച്ചു മടങ്ങി. അതാണ് സൂക്ഷ്മതയോടുകൂടി ഒരൊറ്റ കളവ് പോലും ചേർക്കാതെ, ഒരു അമിത വാക്ക് ചേർക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതേപടി കുറിച്ചെടുത്ത് കൊണ്ടുവന്ന് സഹാബാക്കൾക്കും മറ്റുള്ളവർക്കും കൊടുക്കുവാൻ പ്രിയപ്പെട്ട സഹാബാക്കളും മുന്നൂറുകളും പരിശ്രമിച്ചു. അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താകമാനം പരന്നു പോവുകയാണ് ജനങ്ങൾ. കാലഘട്ടങ്ങളിൽ നീങ്ങുമ്പോൾ ഓരോരുത്തരായി ഖബറിലേക്ക് പോവുകയാണ്. ആരെല്ലാമാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്? മുന്നോറുകൾ ഓരോരുത്തരായി മാറിക്കഴിയുമ്പോൾ ഈ ഇൽമുകൾ ആര് കൊടുക്കും? അതുകളെല്ലാം കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന സഹാബാക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് ഞാൻ ഇവിടെ മദീനയിൽ കാത്തിബിയ എന്നൊരു മസ്ജിദുണ്ട്. മദീന ശരീഫിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന ഒരു സന്ദർഭത്തിൽ അതിലേ നടന്നു വരുമ്പോൾ കാത്തിബിയ എന്ന് ബോർഡ് കാണുന്നു. അതിനടുത്ത്, ആ മസ്ജിദിനോടടുത്ത് എന്താണ് ഈ കാത്തിബിയ എന്ന് ചോദിക്കുന്നു. കാത്തിബിയ എന്ന് പറഞ്ഞാൽ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് അള്ളാഹുവിൻ്റെ വഹി വരുമ്പോൾ ആ ഖുർആൻ ശരീഫ് കേട്ടുകൊണ്ട് അവർ മറന്നു പോകാതിരിക്കാൻ അവർ ഇവിടെയായിരുന്നു ഒരുമിച്ച് കൂടുന്നത്. ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും അവരിതെല്ലാം അവിടെ ഇരുന്നു കൊണ്ട് എഴുതി വയ്ക്കുകയും ചെയ്യുമായിരുന്നു. ആ പള്ളിക്ക്, ആ സ്ഥലത്തിന് കാത്തിബിയ എന്ന് പേര് കൊടുത്തു. അവിടെ ഒരു പള്ളി ഉണ്ടായപ്പോൾ ആ പള്ളിക്ക് കാത്തിബിയ മസ്ജിദ് എന്ന പേര് കൊടുത്തു. അപ്പോൾ ഞാനും ചിന്തിച്ചു, ഇതുപോലെ നമുക്ക് കാത്തിബിയ എന്നൊരു മസ്ജിദ് വേണം. അതാണ് ഇവിടെ കാണുന്ന കാത്തിബിയ മസ്ജിദ്. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു മസ്ജിദുണ്ട്, കാത്തിബിയ മസ്ജിദ്. അതിൻ്റെ വിഷയം ഞാൻ പറയുകയല്ല. ഞാൻ മുന്നോറുകളായി സഹാബാക്കൾ വന്നിരുന്ന ആ കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുകയാണ്. അതുപോലെ ആ വാക്കുകളെല്ലാം, ആ ഖുർആൻ ശരീഫിലെ വാചകങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവർ ഒരക്ഷരം പോലും വിട്ടുപോകാതെ കുറിച്ചു വെച്ചു. അങ്ങനെ കുറിച്ച് വെച്ച് സഹാബാക്കൾ. പിന്നെ അത്ഭുതകരങ്ങളായി ഒരുപാട് പറയുവാനുണ്ട്. ആ സഹാബാക്കൾ സൂക്ഷിച്ചിരുന്ന ആ വിജ്ഞാന രത്നങ്ങൾ, അതുകളെല്ലാം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി തീർക്കുന്ന പദ്ധതികൾ, ഇതൊന്നും ഒരക്ഷരം പോലും പാഴായി പോകാതെ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും കിട്ടുന്നതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി കാത്തിരുന്ന സഹാബാക്കളുണ്ട്. അവർ ഓരോരുത്തരും
വഫാത്തായി കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ജീവിതം ഇവിടെ? പിന്നീട് വേണം ആൾക്കാർ അതുപോലെ കാത്തിരുന്ന് എടുക്കുന്ന സഹാബാക്കൾക്ക് ശേഷം അതിനുശേഷം വന്ന പിന്നോറുകളായ സഹാബാക്കളുണ്ട്, സഹാബാക്കളുടെ പിന്നോറുകളുണ്ട്, താബീകളും താബീങ്ങളും. അവരെല്ലാം കുറിച്ചെടുത്ത് ആ വാചകങ്ങൾ പിന്നോറുകൾക്ക് കൊടുത്തു. അങ്ങനെ കുറിച്ചെടുത്തു കൊടുക്കുന്ന വാക്യങ്ങൾ അതേപടി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ ആൾ വേണം ഇവിടെ. ആരാണ് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ, ഉലമാക്കൾ, ആരിഫീങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളവർ അവർ ഏറ്റെടുത്തുകൊണ്ട് ആ കൃത്യനിഷ്ഠയോടുകൂടിയ പെരുമാറ്റങ്ങൾ അവർ നടത്തി. അതിൻ്റെ പേരിൽ പിന്നാലെ വരുന്ന ഓരോരുത്തർക്കും അവർ പകർന്നു കൊടുത്തു. ലക്ഷങ്ങൾക്ക് കൈമാറി, ലക്ഷങ്ങൾ ഓരോ രാജ്യത്തും വന്ന ലക്ഷങ്ങളെല്ലാം കൈമാറി. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കൈകളിലേക്ക് ഇതുകളെല്ലാം പോയി. അതിൽ പലരും ചിലപ്പോഴെല്ലാം ചില കച്ചവടക്കാർ ചില സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി അവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു. അതുകളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് ഇത് ഹദീസിലുണ്ടോ എന്ന് പരിശോധനക്കാരുണ്ടായി. അങ്ങനെയുള്ള ഹദീസുകളെല്ലാം ഒരുപാട് കള്ളഹദീസുകളുണ്ട്. ആ ഹദീസുകളെല്ലാം വെട്ടിത്തിരിച്ച് മാറ്റുന്നതിന് വേണ്ടി അതുകളെല്ലാം പ്രത്യേകമായ രേഖകളാക്കി വെച്ചു. അതുപോലെ യാതൊരു വിധത്തിലുള്ള കള്ളക്കഥകളും വരാതെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സൂക്ഷ്മമായി പിടിച്ചെടുത്ത അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത് വർഷങ്ങളോളം അങ്ങനെ മാറി ഇന്ന് നമ്മൾ നിൽക്കുന്നത് 1500 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. ഇവിടെ നമ്മൾ ജനിച്ച് വീണതിന് ശേഷം ഇവിടെ ഒരു നബി ഉണ്ടായിരുന്നെന്ന് ആരെങ്കിലും ഇവിടെ ഒരു നബി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? കേൾക്കുകയില്ല. ആരാണ് പറയേണ്ടത്? അറിവുള്ളവൻ പറയണം. ഏതറിവുള്ളവൻ പറയണം? വിജ്ഞാനം, മഅരിഫത്തിന്റെ ബാബ്, അള്ളാഹുവിന്റെ ദീൻ സൂക്ഷ്മമായി പഠിച്ച വ്യക്തി ഉണ്ടാകണം. അങ്ങനൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ പറയണം. ആ വ്യക്തിക്ക് എവിടെ നിന്ന് കിട്ടും അറിവ്? ആ വ്യക്തി അതുപോലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കേട്ടിരിക്കുന്ന അറിവായിരിക്കണം. ആ അറിവായിരിക്കണം. അപ്പോൾ അത് ഈ കിതാബ്, ഈ മുസഹഫ് ഇവിടെ ഇരിക്കുന്നു, ഖുർആൻ ഇവിടെ ഇരിക്കുകയാണ്. ഇത് ഖുർആനാണെന്ന് ഒരാളിനോട് പറഞ്ഞു കൊടുത്താൽ, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഒരു പുസ്തകം ഇവിടെ ഇരിക്കുന്നു, ഒരു കിതാബ് ഇവിടെ ഇരിക്കുന്നു, ഇത് ഖുർആനാണ്, അള്ളാഹു ഇറക്കിയതാണ്, എങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അള്ളാഹു ഇറക്കിയതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ കാണാം? നിങ്ങൾ കണ്ടോ അള്ളാഹു ഇറക്കുന്നത്? പിന്നെ എങ്ങനെ പറയാം? അതറിയുന്ന ആൾക്കാർ, അത് വ്യക്തമായി അറിയുന്ന ആൾക്കാർ, കണ്ടവരെ അറിഞ്ഞറിഞ്ഞ് അങ്ങനെ അറിഞ്ഞ തെളിവാണ്. അതിൽ കളവുകളൊന്നും കൂടാതെ, ആ കള്ളന്മാരാരും ഇതിൽ വന്ന് തൊടാതെ, കള്ളന്മാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആ പരിശുദ്ധമായ പന്താവുകൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉലമാക്കൾ, മഅരിഫത്തിന്റെ ആളുകൾ, ഔലിയാക്കൾ ഉണ്ടായിരുന്നു. ആ ഔലിയാക്കളുടെ കാര്യം കൃത്യം അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു ചോദിക്കുന്നത് ഓരോന്നും അതുപോലെ തന്നെ കൊടുക്കുന്നവരായിരുന്നു അവർ. ആ മഅരിഫത്തിന്റെ ബാബ് കിട്ടിയവരെല്ലാം അള്ളാഹുവിങ്കൽ സൂക്ഷ്മതയുള്ളവരായിരുന്നു. അവരുടെ മക്കളിൽ നിന്ന് അറിവ് കിട്ടിയാൽ അവർക്കെങ്ങനെ ഈ അറിവ് കിട്ടി? അവർക്ക് കിട്ടിയ അറിവ് എങ്ങനെ കിട്ടി? അവർക്കറിവ് കിട്ടിയ എങ്ങനെ കിട്ടി? അങ്ങനെ കിട്ടുന്ന അറിവുകൾ പടിപടിയായി വന്ന അറിവുകൾ നമ്മുടെ മുമ്പിൽ ഒരാൾ സത്യസന്ധമായി പറഞ്ഞു തരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതാണ് തരീഖത്തിന്റെ ബാബെന്ന് പറയുന്നത്. ഒരു കച്ചവടക്കാരൻ, വിൽക്കുന്ന ഒരാൾ, കച്ചവടം ചെയ്യുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? അത് മഅരിഫത്തിന്റെ ആൾ തന്നെ, അറിവിന്റെ ആൾ തന്നെ പറയണം, ഇൽമിന്റെ ആൾ തന്നെ പറയണം, ഉലമാഗ്, സത്യസന്ധനായ ഉലമാഗ് തന്നെ പറയണം. ജനിച്ച് ഒരു വിഷയത്തിലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ആൾ തന്നെ പറയണം. ഏതെങ്കിലും ഒരു കളവ്, ഒരു ജീവിതത്തിനകത്തൊരു കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ ആളിൽ നിന്നൊരു ഹദീദ് പോലും സ്വീകരിക്കാത്തവരാണ് ഹദീദ് പണ്ഡിതന്മാർ. അങ്ങനെയുള്ള ഹദീദ് പണ്ഡിതന്മാർ ലക്ഷക്കണക്കിന് ഹദീദുകൾ കോർത്തിണക്കി വെച്ച കിതാബുകൾ ബുഖാരി, മുസ്ലിം, തിർമിദി, ശിഹാബ് സിത്തയിൽപ്പെട്ട ഈ കിതാബുകൾ 6 അതിനോട് അതുപോലുള്ള തിർമിദി അതുപോലുള്ള കിതാബുകൾ, അങ്ങനെയുള്ള കിതാബുകൾ ലക്ഷക്കണക്കിന് കിടക്കുന്നത് വാരിക്കോരി കുടിച്ച് അതിൻ്റെ സത്യസന്ധമായ പാത ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചവർ അങ്ങനെ ഈ ലോകത്തുണ്ട്. അവരെ കണ്ട് പിൻപറ്റിക്കൊണ്ട് സത്യസന്ധമായി അവരിൽ നിന്ന് കിട്ടിയ ജ്ഞാനം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റാൻ നമ്മൾ കണ്ടിട്ടില്ലാത്ത നബി, നമ്മൾ കണ്ടതുപോലെ അറിവ് നമുക്ക് കിട്ടുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു ഇലാഹുമില്ല, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ആരാധനക്കർഹൻ. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു നാക്കുകൊണ്ട് പറഞ്ഞു, കാതുകൊണ്ട് കേട്ട് നാക്കുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം ആ അലി റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട പുത്രൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിരുത്തി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞു കൊടുത്ത അതുപോലെ ആ മകൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കേൾക്കൂ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് കിട്ടിയതെന്ന് ഒരാൾ ചോദിച്ചാൽ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു അതേപടി നാക്കിലൂടെ വന്ന്, കാതിലൂടെ വന്ന്, നാക്കിലൂടെ വന്ന് അങ്ങനെ പകർന്നു വന്ന് 3-ാമത്തെ 4-ാമത്തെ ആളിൽ വരുന്നു, 5-ാമത്തെ ആളിൽ വരുന്നു, 6-ാമത്തെ ആളിൽ വരുന്നു, അതുപോലെ 7-ാമത്തെ ആളിൽ, 8-ാമത്തെ ആളിൽ, 9-ാമത്തെ ആളിൽ, അങ്ങനെ വന്ന് ബഹുമാനപ്പെട്ട ഷാദിലി അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വരുന്നു. അദ്ദേഹം മുഹ്യിദ്ദീൻ ശൈഖിനെ പോലെ 2 ഭൂഖണ്ഡങ്ങളിലായിട്ട് ജീവിച്ചവരാണ് അവർ രണ്ടുപേരും. മുഹ്യിദ്ദീൻ ശൈഖ് വേറൊരു ഭൂഖണ്ഡത്തിൽ, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി ഷാദിലി റളിയല്ലാഹു തആല അൻഹു ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ. അങ്ങനെ ജീവിച്ചവരാണ് 2 ഭൂഖണ്ഡത്തിൽ. അന്ന് ഇതുപോലെയുള്ള യന്ത്ര സജ്ജീകരണങ്ങളില്ല, ഫോൺ വിളിച്ചറിയിക്കലില്ല, ഒന്നും ഇല്ല. അന്ന് ഇതൊന്നുമില്ലാത്ത ലോകം. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചുകൊള്ളാം. വാർത്താവിനിമയത്തിന് വേറെ പദ്ധതികളൊന്നുമില്ല. അങ്ങനെയുള്ള ആ കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാർ, അങ്ങനെയുള്ള മശായിഖുമാരുടെ കാലഘട്ടം വരെ എത്രമാത്രം സൂക്ഷ്മതയിലാണ് കാര്യങ്ങൾ വന്നത്. അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട മശായിഖുമാർ, ബഹുമാനപ്പെട്ട ഉലമാക്കൾ, അന്നത്തെ മഹാപണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിക്കൊണ്ട് തീരുമാനമെടുത്തതാണ്. അതുവരെ ഉണ്ടായിരുന്ന സത്യസന്ധമായ കാര്യങ്ങൾ എഴുതി പിടിക്കണം. ശിഹാബ് സിത്ത ഉണ്ടായത് അങ്ങനെയാണ്. ശിഹാബ് സിത്ത അനേകം ലക്ഷക്കണക്കിനുള്ള ഹദീദുകൾ ഒത്തിണക്കുന്ന ശിഹാബ് സിത്ത. ആ ഹദീദിന്റെ കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ടത് ഇങ്ങനെയാണ്. അതിൽ നിന്നും ഒരു ഒറ്റക്കളവ് പോലും ചേർക്കാത്ത ഹദീദുകൾ അങ്ങനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരുക്കി വെച്ച ആ പദ്ധതി ഇവിടെ ജനങ്ങൾക്ക് കിട്ടണം. അത് കിട്ടാൻ തന്നെയും ആരും ഇപ്പോൾ അച്ചടിശാലകൾ, ആ അച്ചടിശാലകളിൽ ചെന്നൊരു വിഭാഗത്ത് മാറിപ്പോയാൽ ആ പുസ്തകം വെളിക്കൽക്കില്ല, എല്ലാം ചുട്ടുകളയുകയാണ്. ഏതെങ്കിലും ഒരക്ഷരത്തിന് തെറ്റുപറ്റിപ്പോയാൽ അതങ്ങ് ചുട്ടുകളയുകയാണ്, ജനങ്ങൾക്ക് കൊടുക്കുകയില്ല. അത്രയും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ ഖുർആൻ ശരീഫ് ഇവിടം വരെയും നമുക്ക് വന്നു കിട്ടി. ആ വന്നു കിട്ടിയത് കൊണ്ടാണ് ആ ഖുർആൻ ശരീഫാണിത്, ആ ഖുർആൻ ശരീഫാണിത് എന്ന് പറഞ്ഞു തന്നാൽ പോരാ, സത്യസന്ധമായി തെളിവ് വേണം. എന്നോട് പറഞ്ഞതാരാണ്? യാതൊരു കളവും പറയാത്തൊരു മഹാൻ, ജീവിതത്തിനകത്ത് കളവ് പറഞ്ഞിട്ടില്ലാത്തൊരു മഹാൻ. അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ മശായിഖുമാരെ കണ്ടെത്തിയിട്ട് അവരുടെ കൈപിടിച്ച് അവരുമായിട്ട് ബൈഅത്ത് ചെയ്തുകൊണ്ട് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇന്നാര് വഴി പകർന്നു വന്ന ഇൽമ്
ഇതാ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. ആരാണ് പറയുന്നത്? ഒരു കളവും പറഞ്ഞിട്ടില്ലാത്ത എന്റെ ശൈഖ് എന്നോട് പറഞ്ഞത് അതാണ്. അങ്ങനെയുള്ള മശായിഖുമാർ ഓരോരുത്തരായി വന്ന് ഈ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാത കാണിച്ചു കൊടുക്കുവാൻ, അതാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ആ വഴിയാണ്. ആ തരീഖത്ത് രഹസ്യമായി വെക്കേണ്ട തരീഖത്തല്ല. നമ്മുടെ പ്രിയപ്പെട്ട ആരാണ് കുട്ടികാട് അബ്ദുസ്സലാം മുസ്ലിയാർ ചോദിച്ചു, ഇത് പരസ്യമാക്കി ജനങ്ങളുടെ മുമ്പിൽ പറയാമോ തരീഖത്തിനെ പറ്റി? അള്ളാഹുവേ, എന്താണ് ഈ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. തരീഖത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാധനം ഒളിച്ചു വെച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണോ? ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ സിദ്ധാന്തം ഇതാണ്, ജനങ്ങളെ നിങ്ങൾ വരുവീൻ എന്ന് പറയുവാൻ അതിനു വേണ്ടിയുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് ആർക്കറിയാം? അത് എങ്ങും കളവായി കിട്ടിയതല്ല, എനിക്ക് ഒളിച്ചു കിട്ടിയതല്ല, ഞാനിവിടെ കണ്ട മുസാഹിബ് എടുത്ത് വായിച്ചിട്ട് ഖുർആനാണെന്ന് പറഞ്ഞതല്ല. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഇന്ന് പറയുന്നവരുണ്ടല്ലോ, വരട്ടെ, പറയുന്നവരുണ്ടല്ലോ. അവർക്ക് തന്നെ സ്വന്തം കിതാബുകൾ ഉണ്ടാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ കിതാബാണെന്ന് പറയാമെന്ന് പറയുന്നവരുണ്ടല്ലോ. എങ്ങനെ പറയാം? ആർക്കും പറയാൻ സാധ്യമല്ല. ഈ പിന്തുടർച്ചയില്ലെങ്കിൽ പറയാൻ സാധ്യമല്ല. ഈ മാരിഫത്തിന്റെ ബാബുകാരെ പിൻപറ്റിയില്ലെങ്കിൽ പറയാൻ ഒക്കുകയില്ല. അതാണ് തരീഖത്തിന്റെ ബാബെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന സിദ്ധാന്തങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക, അത് യഥാർത്ഥമാണെന്ന് സത്യസന്ധമായി ജനങ്ങൾ മനസ്സിലാക്കുക, തെറ്റിദ്ധരിക്കാത്ത വിധത്തിൽ അവരെ പരിശുദ്ധമായ ദീനിന്റെ പദ്ധതികൾ പഠിപ്പിക്കുക, അറിയിച്ചു കൊടുക്കുക, അറിഞ്ഞു പ്രവർത്തിക്കുക. ഇങ്ങനെ ജനങ്ങളെ മുമ്പിൽ ഇത് സ്വീകരിച്ചാൽ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ഇത് സ്വീകരിച്ചാൽ വല്ല നേട്ടവുമുണ്ടോ എന്ന്. നേട്ടം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ. നേട്ടം അത് തന്നെ. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുള്ളതുപോലെ നമുക്ക് സ്വീകരിക്കാം. നാം ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല, പക്ഷേ കണ്ടതുപോലെ നമ്മൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിയുന്ന അവസരത്തിൽ, 1000ഓളം വർഷങ്ങൾ കഴിഞ്ഞു പോകുന്ന, പല നൂറ്റാണ്ടുകളും കഴിഞ്ഞു പോകുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തികളെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അറിയാൻ കാത്തിരിക്കുന്ന എൻ്റെ ഉമ്മത്തികളുണ്ട്. എന്നെ കണ്ടിട്ടില്ലാത്തവർ എന്നെ കാണുവാൻ കാത്തിരിക്കുന്ന ഉമ്മത്തികൾ. ആ ഉമ്മത്തികളെ ഓർത്തുകൊണ്ട് നിങ്ങൾ സഹാബാക്കളെ, നിങ്ങൾ എന്നെ ഇന്ന് നേരിട്ട് കാണുന്നു, നിങ്ങൾ എന്നെ ഇന്ന് നേരിട്ട് കാണുകയാണ്. ഞാൻ നിങ്ങൾക്ക് അറിവ് പകർന്നു വരുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നാലെ ഏതാനും നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ എന്നെ കണ്ടവരാരുമില്ലാത്ത ആ ഉമ്മത്തികൾ എനിക്കുണ്ട്. സഹാബാക്കളെ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവർ നിങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാകേക്കാം. കാരണം എന്താണ്? എന്നെ കണ്ടിട്ടുള്ളതുപോലെ അവർ എന്നെ അറിയുന്നു, അവർ മനസ്സിലാക്കുന്നു, അവർ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഈ ദീൻ സ്വീകരിക്കുന്നു, ദീനിൽ നിൽക്കുന്നു. അതെങ്ങനെയാണ് നിൽക്കുന്നത്? ഒന്നും അറിയാത്ത ഒരു മരകഷ്ണം ഇവിടെ കിടക്കുന്നത് ഞാൻ എടുത്തുകൊണ്ട് ഖുർആൻ ശരീഫ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഖുർആൻ ശരീഫ് തന്നെ ഒരു മുസാഹിബ് എടുത്തിരിക്കുന്ന എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് മുസാഹിബാണ്, ഇത് ഖുർആനാണ്, അള്ളാഹുവിന്റെ കിതാബാണ്. നിനക്കെങ്ങനെ അറിയാം? മോനെ, പൊന്നുമോനെ, നീ എങ്ങനെ അറിഞ്ഞ് ഈ ഇത് മുസാഹിബാണെന്ന്? അല്ല, ആളുകളെല്ലാം പറയുന്നു. ആളുകൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുമോ? ആളുകൾ എന്തെല്ലാം പറയും, എന്തെല്ലാം ഉപാധികൾ പറയും. ആളുകളെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുകയില്ല. നീ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിയടാ? പറയടാ, അറിഞ്ഞെന്ന്. നീ എങ്ങനെ അറിഞ്ഞെന്ന് പറയടാ. ഞാൻ അങ്ങയിലെ മരങ്ങോടൻ കാക്ക പറഞ്ഞു, സ്വീകരിക്കത്തില്ല മോനെ. ആ മരങ്ങോടൻ കാക്ക നിന്ന് വിളിക്കുന്ന കാക്ക നീ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കൂടാ. എടാ, അള്ളാഹുവിൻ്റെ ദീനിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു എന്ന ചിന്തയിൽ നടക്കുന്ന പരിശുദ്ധമായ വ്യക്തി ആരെങ്കിലും നിന്റെ അടുത്ത് പറഞ്ഞു തന്നോ ഇത് മുസാഹിബാണെന്ന്, ഖുർആനാണെന്ന്? അങ്ങനെ പറഞ്ഞു തന്നില്ല. എന്നാ പിന്നെ നീ അങ്ങ് പോ, ഇത് മുസാഹിബല്ല, നീ പോ.
പറഞ്ഞു തരട്ടെ മുസാഹിബാണെന്ന്, ആരാണെന്ന്, ഇത് കണ്ടുപിടിച്ചത് ആരാണെന്ന്. അത് സൂക്ഷ്മമായി ഒരക്ഷരം പോലും പോകാതെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ പേജിലും എത്ര അക്ഷരമുണ്ടെന്നും എന്തെല്ലാമാണ് അക്ഷരങ്ങളെന്നും എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥം മക്ക പുണ്യഭൂമിയിൽ നിന്ന്, മദീന പുണ്യഭൂമിയിൽ നിന്ന് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത് പോലെ കാണുന്ന ആ അക്ഷരങ്ങൾ, അതുപോലെ എഴുതി വച്ചിരിക്കുന്ന അക്ഷരങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ മുമ്പിൽ വന്നു കിട്ടിയിരിക്കുന്നതാണിത്. യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ മദീനയിലേക്ക് ഫോൺ വിളിക്കുകയാണ്. മദീനയിൽ എങ്ങനെ ഒരു കിതാബുണ്ടോ? ഞങ്ങൾ ഈ കിതാബിൽ ഇത് കാണുകയാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് എന്ന് ഞാൻ കാണുന്നു. അങ്ങനെ ഒരു ആയത്തുണ്ടോ? അപ്പോൾ മദീനയിൽ നിന്ന് വിളിച്ചു പറയുന്നു, അതാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ അൽ ബഖറ സൂറത്തിലെ ആദ്യത്തെ ആയത്ത്. ഉടനെ ഞാൻ മക്ക പുണ്യഭൂമിയിലേക്ക് വിളിക്കുകയാണ്. അവിടുത്തെ ഉലമാവിനെ വിളിക്കുകയാണ്. അങ്ങനെ ഒരു ആയത്തുണ്ടോ? അതാണ് ആയത്ത്, ആദ്യമത്തെ ആയത്ത്, അൽ ബഖറ സൂറത്തിന്റെ ആദ്യത്തെ ആയത്ത് എനിക്ക് കിട്ടി. ഞാൻ പേർഷ്യയിലേക്ക് വിളിക്കുന്നു, ഉലമാവിനെ വിളിക്കുന്നു. അങ്ങനെ ഒരു ആയത്തുണ്ടോ? അവരും അത് തന്നെ കൊടുത്തു. അങ്ങനെ ഉലമാക്കളെല്ലാം സമ്മതിക്കുന്ന അക്ഷരങ്ങൾ പിടിച്ചിരിക്കുന്ന അക്ഷരങ്ങളോടുകൂടി എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകളെല്ലാം ലോകത്തെല്ലാം അംഗീകരിക്കപ്പെട്ട അതാണ് സിദ്ധാന്തം. ഇതൊന്നും രഹസ്യമാക്കി വെക്കുന്നതല്ല. അത് സലാം മുസ്ലിയാർ എന്നോട് ചോദിച്ചു. ആളുകൾ ചോദിക്കുന്നു, ഈ തരീഖത്തിൽ കൂടിയാൽ എന്താ പണമാണ്, എന്താ ഫലമാണ്, എന്താ പ്രയോജനമാണ്? ഇത് ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കാമോ, രഹസ്യമാക്കാമോ, തരീഖത്ത് പരസ്യമാക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു. അത്ഭുതകരമല്ലേ സഹോദരികളെ ഇത് ചോദിക്കുന്നത്? എല്ലാവരും ഇതറിയണ്ടയോ? ഈ തരീഖത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന്റെ പരിശുദ്ധമായ വഴിയിലേക്ക് ചെന്നെത്തുവാൻ മശായിഖുമാർ കൊടുക്കുന്ന വിജ്ഞാന ശാഖ. ആ വിജ്ഞാന ശാഖയിൽ മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ തൃക്കൈകളെ കൊണ്ട് പരിശുദ്ധമായ ഹൗലുൽ കൗസറിൽ നിന്ന് ഹൗലുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ആയത്തിന്റെ അർത്ഥം അതാണ്. ഹൗലുൽ കൗസർ ഏറ്റവും വലുതായ മഹത്തായ അനുഗ്രഹം എന്നൊരർത്ഥമുണ്ട്. ആ മഹത്തായ അനുഗ്രഹം ഹൗലുൽ കൗസർ എന്നാണ് ഒരർത്ഥം എടുക്കുന്നുണ്ട്. അങ്ങനെ ഹൗലുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുമ്പോൾ പരിശുദ്ധമായ ആ വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഉമ്മത്തികൾ അണിനിരക്കുന്ന സന്ദർഭത്തിൽ ആയിരം ലക്ഷക്കണക്കിന് വെള്ളിപ്പാത്രങ്ങളും സ്വർണ്ണപാത്രങ്ങളും അണിനിരത്തപ്പെട്ടിരിക്കുന്ന അരുവികളിലൂടെ ഉള്ള ആ പരിശുദ്ധമായ ഹൗലുൽ കൗസർ, ആ ഹൗലുൽ കൗസറിലെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഈ ജനങ്ങളെല്ലാം ഓടിയണയുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കൈകളെ കൊണ്ട് വാങ്ങി കുടിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു നിൽക്കുന്നു. അത് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ നബിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ആ പാത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത, യഥാർത്ഥ പാതയെ പിൻപറ്റാൻ ഞാൻ എവിടെ പോകണം? ഒരു കളവും പറയാത്ത ഉലമാക്കളുമായിട്ട് ബന്ധപ്പെട്ട് പാഠം പഠിച്ച് സത്യമായ പാത കണ്ടെത്തി ആ പാതയിൽ നിന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലും പറയുന്ന ഇന്ന് ഇതൊന്നും വേണ്ട, എല്ലാം എടുത്ത് കളയൂ, നേരെ അങ്ങ് നിന്നാ മതി, എല്ലാം ചിട്ടയോടുകൂടി അങ്ങ് നടത്തിയാൽ മതി, ഒക്കുകയില്ല. നിങ്ങൾക്ക് ദീൻ വേണമെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റണമെങ്കിൽ ഇതുപോലെ അർത്ഥഗംഭീരമായ രീതിയിൽ, ഗാംഭീര്യമുള്ള ഭാഷയിൽ ജനങ്ങളിൽ ശക്തമായി ഉറപ്പിച്ചു നിന്നുകൊണ്ട് സത്യത്തെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ആളുണ്ടായെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് നാം നിൽക്കുന്നത്, അതിനുവേണ്ടിയാണ് നാം പരിശ്രമിക്കുന്നത്, അതിനുവേണ്ടിയാണ് ത്വരീഖത്തുണ്ടായത്, അതിനുവേണ്ടിയാണ് ഉലമാക്കൾ ഉണ്ടായത്. വലിയ വലിയ മശായിഖുമാരുടെ മുമ്പിൽ ഒരുപാട് ഉലമാക്കൾ അവരെ പിന്തുടരുന്നതിന് വേണ്ടി ചെല്ലും, അവരെ പിൻപറ്റും. അവരെ പിൻപറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത അറിവുകൾ
ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകും. അങ്ങനെ പകർന്നാണ് ഈ രോഗം ഇവിടം വരെയും വന്നത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളായി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ.